ആ അപ്പച്ചി ഇന്ന് പഴംപൊരിയാണോ സ്പെഷ്യല്? ഇഷ്ടമാണോ? ആ ഇഷ്ടാ. ഇപ്പൊ റെഡിയാവും കേട്ടോ. ആ ഞാനും കൂടെ സഹായിക്കട്ടെ? ഓ വേണ്ട, മോളുടെ ഡ്രസ്സൊക്കെ ചീത്തയാവൂലേ? അത് കുഴപ്പമില്ല, ഞാനും കൂടെ സഹായിക്കാം. വേണ്ടതേ, ഞാൻ ഉണ്ടായിക്കോളാം. പിന്നെ അപ്പച്ചി ഇന്ന് ഉച്ചക്കലത്തെ ഫുഡ് ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. ഇഷ്ടായോ? പിന്നെ ഞാനേ ഈ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് യൂട്യൂബ് ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ കുറെ റെസിപ്പീസ് ഒക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യും. ചിലതൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് വരും. പക്ഷെ ഇങ്ങനെ കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആഹാ, എന്നാ അപ്പച്ചിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടേ? വേണ്ട മോളെ, ഒരിക്കൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതോടെ എനിക്ക് മതി. അതെന്തു പറ്റി? അത് മൊത്തം ഫ്ലോപ്പായിരുന്നു, ദുരന്ത കഥ. ആണോ? മോള് വീട്ടിൽ അമ്മയൊക്കെ സഹായിക്കോ? ആ ഞാൻ ഇടയ്ക്ക് അവധി ദിവസങ്ങളിൽ മാത്രമേ സഹായിക്കാറുള്ളൂ. എന്തൊക്കെ ചെയ്യാറിയാം? ചെറിയ രീതിയിലൊക്കെ കുക്ക് ചെയ്യാറുള്ളൂ. ഈ പുട്ട്, അപ്പം അതുപോലെയൊക്കെ. പക്ഷെ അപ്പച്ചി ഒരു കാര്യം അറിയോ, ഞാൻ എന്തൊക്കെ കുക്ക് ചെയ്താലും അതിൽ ഉപ്പ് മാത്രം ശരിയാവത്തില്ല. അത് മാത്രം നമുക്ക് പഠിപ്പിച്ചു തരാൻ പറ്റത്തില്ല. ഡെയിലി കുക്ക് ചെയ്ത് ശരിയായിക്കോളൂ കേട്ടോ. മോള് യൂട്യൂബ് ഒന്ന് നോക്കി ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യത്തില്ലേ? ആ ഞാൻ ഇടയ്ക്ക് യൂട്യൂബ് ഒക്കെ നോക്കിയിട്ട് കുറെ കുക്കൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ എല്ലാം ചീറ്റിപ്പോയി. അസാരമില്ല, കുറെ കൂടെ കഴിയുമ്പോ ശരിയായിക്കോളും. ആരാ വിളിച്ചോണ്ടിരിക്കണേ? അത് അപ്പച്ചി എന്റെ ഒരു ഫ്രണ്ട് വിളിക്കുക, ഞാനൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ഓ, എടുത്തിട്ട് വാ. ഹലോ, എന്നിങ്ങനെ വെറുതെ വിളിക്കല്ലേന്ന് ഞാൻ എത്ര തവണ പറയുന്നേ? എനിക്ക് ദേഷ്യം മാറിയിട്ടില്ല. കേസ് കൊടുക്കുന്ന എന്നാ എനിക്കൊന്ന് കാണണല്ലോ. ആ പോയി കേസ് കൊടുക്ക്, എനിക്ക് കുഴപ്പമില്ല. ഓ എനിക്കൊന്നും ഇനി കേക്കണ്ട, ഞാൻ വെക്കുന്നു. ഹലോ, എന്തുവായി? അവര് വിളിച്ചോണ്ടിരിക്കുക. എടി നീ ഇവിടെ ഉണ്ടെന്ന് ദൈവത്തെ ഓർത്ത് പറയില്ലേ അനു? ഞാൻ എന്ത് വന്നാലും അത് മാത്രം പറയില്ല. അതെ, നിന്റെ സോപ്പൊക്കെ നന്നായിട്ട് ഏറ്റിട്ടുണ്ട്. നിനക്ക് ഒരാഴ്ച എന്നല്ല, ഒരു മാസം ആണെങ്കിൽ ഇവിടെ നിൽക്കാം. അത് മതി. എന്തായാലും നീ പറഞ്ഞ പോലെ ഞാൻ എല്ലാവരും സോപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഭാഗ്യം. രാമങ്ങളില്ലാത്തത് നമ്മുടെ ഭാഗ്യമാണ്. അല്ല, രാമങ്കൾ എവിടെ പോയി? എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. 2 ദിവസം നാട്ടിലില്ല. അങ്കിൾ എവിടെയെങ്കിലൊക്കെ പോട്ടെ. നമുക്കേ, ഞാൻ വരുമ്പോ അവിടെ ഒരു ബേക്കറി കട കണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്കൊരു ഷേക്ക് കുടിച്ചാലോ? നീ ബേക്കറി ഒക്കെ തപ്പെടുത്താനു? പിന്നല്ല, നിന്നെ കൊണ്ട് തോറ്റേട്ടാ. എന്നാ ബാ കുടിക്കാം. വാ പോവാ. ചെലവ് ചെയ്യണേ. അത് ഞാൻ ഏറ്റു. ഓക്കെ ബാ. എന്റെ ഫോണിൽ ചാർജില്ല, ഞാൻ ചാർജ് എത്തിയിട്ട് വരാം. ഞാൻ വരാം. ബാ. മാമ, അനു എവിടെ? ഇവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രണ്ടും കൂടെ കടയിൽ പോയി കാണും. അയ്യോ, അനുവിന്റെ അമ്മ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ വിളിച്ചോണ്ടേയിരിക്കുന്നു. തന്നെ മക്കളൊരു കാര്യം ചെയ്യേ, നീ എട്. ഞാനാ? ഓ, എന്താണ് കാര്യം ചോദിക്കുക, അപ്പൊ അറിയാലോ. ഹലോ, ഞാൻ അനു അല്ല, അനുന്റെ കൂട്ടുകാരുടെ അപ്പച്ചിയാണേ. അയ്യോ അയ്യോ, അല്ല അല്ല, ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അങ്ങനെയൊക്കെയാണോ കാര്യം? അയ്യോ, ഇവിടെ ഒരു കോഴ്സ് പഠിക്കണം, ഒരാഴ്ചത്തേക്ക് നിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. പക്ഷെ വിഷമിക്കണ്ട. അയ്യോ, കരയാതിരിക്കൂ, ഞാൻ പറഞ്ഞു വിടാം. ശരി. എന്തു മക്കളെ? എന്തോന്ന് പറയാം മാമ, ഇത് മൊത്തം കള്ളത്തരമാണ്. കള്ളത്തനോ? അനു ഇല്ലേ, പഠിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ നിന്നത്. അതൊക്കെ കള്ളമാണ്. വീട്ടിൽ അമ്മയായിട്ട് വഴക്കുണ്ടാക്കി ഇറങ്ങി വന്നേക്കാണ് ഇങ്ങോട്ട്. ഈ പെണ്ണ് കാണിച്ച വേലയുണ്ട്. എനിക്ക് തോന്നണേ ആ പിങ്കി പെണ്ണ് പറഞ്ഞു കൊടുത്ത ഐഡിയ ആയിരിക്കും കേട്ടാ. ഈ കുരുട്ടത്തനൊക്കെ അവക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇറങ്ങി വാ, ഇവിടെ നിക്കാന്നെല്ലാം പറഞ്ഞാണ്. ഇതൊരു കരച്ചിലും മാമ ഫോണിൽ കൂടെ. പെറ്റ തള്ളല്ലേ മക്കളെ, എങ്ങനെ സഹിക്കും? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കൊച്ചിനെ അവിടെ കൊണ്ടാക്കാം. ഇവിടെ മധുപാലത്തിനടുത്ത് എവിടെയാണോ കൊച്ചിന്റെ വീട്? ആ കൊച്ചു വരട്ടെ, ആദ്യം മയത്തിൽ സംസാരിച്ചേ കാര്യം എന്താണെന്നറിയാം. പിങ്കി വരട്ടെ, അവക്കുള്ള ഞാൻ കൊടുക്കാം. അവക്ക് കൊടുക്കാൻ നോക്ക്, വരട്ടെ. ഒന്നും മിണ്ടായില്ലേ? അപ്പു സോറി, അപ്പച്ചി സോറി. ഞാൻ അമ്മയെ എപ്പോഴും ചെയ്യത്തില്ല. പിന്നെ അപ്പച്ചി ഇത്രയും പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ തിരിച്ചു വന്നേ. അനു, അച്ഛനമ്മയുടെ വഴക്കുണ്ടാവുമ്പോഴേ നമ്മൾ കുറച്ച് താന്ന് സംസാരിച്ചു പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടാനില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തതുകൊണ്ടാണ് ചെറിയ ചെറിയ വഴക്കാകുമ്പോഴത്തേക്കും വീട് വിട്ട് ഇറങ്ങി പോകാൻ തോന്നുന്നത്.
മക്കൾ ഇത്രയും ഉപദേശിച്ച് അവളെ പോവാൻ തയ്യാറായല്ലോ. ഞാൻ അവളെ മാത്രമൊന്നല്ല പറയണേ, അവിടെ ഒരു ഉണ്ടാപ്പി ഉണ്ടല്ലോ, അവളെ ചെവിക്കാത്തോണ്ട് കയറാനാണ് ഇതൊക്കെ പറയണത്. നീ ഒരു നല്ല കൂട്ടുകാരിയാണോ? ആണാ? ആണെന്നാ അല്ലെന്നാ? വാ തുറന്ന് പറയടി. അവള് വാ ഉറക്കൂല. എടി നല്ലൊരു കൂട്ടുകാരിയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കും, അല്ലാതെ വഴക്കാവുമ്പോ വീട് വിട്ട് ഇറങ്ങി വാന്ന് പറഞ്ഞു കൊടുക്കും. മനസ്സിലായ? അനു ഇപ്പൊ വിഷമിക്കണ്ട, ഇത് അനുവിന്റെയും കൂടെ വീടാണ്, എപ്പോ വേണമെങ്കിലും കയറി വരാം. അതുപോലെ വഴക്കിട്ടല്ല, സന്തോഷത്തോടെ എപ്പോ വേണമെങ്കിലും വരാം കേട്ടോ. സത്യമാണോ അപ്പച്ചി? പിന്നല്ലാതെ എപ്പോ വേണമെങ്കിലും വരാം. എന്നാ എടി പിങ്കി, ഞാൻ തന്ന റെന്റ് നീ എനിക്ക് തിരിച്ചു തന്നെ 1000 രൂപ. എന്ത്? അത് പിന്നെ ഒരു പാലിടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നുണ്ടല്ലോ. ഞാൻ അവക്കൊരു സഹായം ചെയ്ത് കൊടുത്തു. അപ്പൊ ഒരു സഹായം അവിടെ ഇങ്ങോട്ട് നിന്നപ്പോ ഞാൻ കൈ നീട്ടി അങ്ങ് സ്വീകരിച്ചു. 1000 രൂപ വാങ്ങിച്ചേക്കണ അമ്മേ. പിന്നെ വേണ്ടേ, നമുക്ക് ഒരുപാട് ചെലവൊക്കെ ഉള്ളതല്ലേ അപ്പച്ചി. ഇങ്ങോട്ട് വാ. പിങ്കി നിനക്ക് നാണം ഉണ്ടാ പിങ്കി? എങ്കിൽ നീ അതാണ് ആദ്യം കടം ചോദിച്ച് വാങ്ങിക്കേണ്ടത് കേട്ടാ. കുറച്ച് നാണം കടം വാങ്ങിക്കുന്നീ. കാണിക്കണം മൊത്തം വേലത്തിനുണ്ട്. അവിടെ ഇല്ല, അവിടെ നില്ല്.